സംസ്ഥാനത്ത് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് നിൽക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇന്നലെ ഒരു അറസ്റ്റ് കൂടി നടന്നു, എൻ വാസുവിന്റെ കൂടി അറസ്റ്റ്. ഉന്നതരിലേക്ക് SIT എത്തുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉന്നതരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുകയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അങ്ങനെയാണ് മുൻ ദേവസ്വം കമ്മീഷണറും അതേപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് കൂടി ഇന്നലെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതോടുകൂടി സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്നു എന്ന വ്യക്തമായ സൂചന SIT നൽകുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെയും ഉടൻ വിളിച്ചു വരുത്താനാണ്, ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. അതേസമയം തന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിക്കുന്ന ദിവസമാണ്. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട്. അഞ്ജു ജയപ്രകാശ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വിശദമായി നമുക്ക് പറഞ്ഞു തരും. അഞ്ജു, ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള വന്ന വഴി അത് എൻ വാസുവിലൂടെ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ SITയുടെ ഈ നടപടിയും. കാരണം ഈ മഹസർ അംഗീകരിച്ചത് അതുവഴിയാണ് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നത് എന്നൊരു കണ്ടെത്തലിലേക്ക് SIT എത്തിച്ചേർന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. നിർണായകമായ ഒരു അറസ്റ്റ് കൂടി നടന്നു. ഇനിയിപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SITയുടെ അടുത്ത നീക്കം എന്താണ്? കൂടുതൽ ഉന്നതരിലേക്ക് എത്തുകയാണോ? A. പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ SITയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ അഞ്ജു? മാത്രമല്ല എൻ വാസുവിന്റെ അറസ്റ്റ് ചുരുളഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, നമുക്കറിയുന്ന പോലെ 2010-ലും 2018-ലുമാണ് ഇടത് സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറായിട്ട് വാസു എത്തുന്നത്. മാത്രമല്ല പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി മാറുന്നു. ഈ ഇന്നലത്തോടു കൂടി തന്നെ, അതായത് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ഈ വാസുവിൻ്റെ അറസ്റ്റ് അത് ഇടതുപക്ഷത്തിന് വലിയ തരത്തിലൊരു കോട്ടം സൃഷ്ടിക്കുന്നതാണ്. പ്രതിപക്ഷം അത് വലിയ തരത്തിലുള്ള ആയുധമാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഈ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അത് മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന രണ്ടുപേരായിട്ടുള്ള മുരാരി ബാബുവും സുധീഷ് കുമാറുമാണ്. ഈ സുധീഷ് കുമാർ നിന്ന് എടുത്തിട്ടുള്ള ചില മൊഴികൾ, അതായത് ഈ വാസുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില മൊഴികൾ കൂടിയാണ് വാസുവിലേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാൻ തെളിവായി ലഭിച്ചത് എന്ന് കൂടിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. 2 തവണയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് വാസുവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊഴിയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ 24 വരെ വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായുള്ള ചോദ്യം ചെയ്യൽ നടത്തുക തന്നെ ചെയ്യും. ആ ചോദ്യം ചെയ്യലിൽ ആരുടെയൊക്കെ പേരുകളാണ് വരുന്നത്, ഏതൊക്കെ ഉന്നതരിലേക്ക് അത് പോകുമെന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിലാണ് ദേവസ്വം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മകുമാറിലേക്ക് ഈ അന്വേഷണം എത്തും എന്നത് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറുന്നത്. കാരണം എന്തൊക്കെ കാര്യങ്ങളാണോ വാസു അംഗീകരിക്കുന്നത് അതൊക്കെ കാര്യങ്ങൾക്ക് വാസു പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പത്മകുമാറാണ്. അപ്പോൾ ആ കാര്യത്തിൽ കൂടി പരിശോധന നടത്തുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് സേതു ഈ നിമിഷം. അതായത് പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകി എന്ന വിവരമാണ് വരുന്നത്. SIT ആണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി എന്നൊരു വിവരം പുറത്തേക്ക് വരുന്നത്. അടിയന്തരമായി ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതൊരു പക്ഷേ ചോദ്യം ചെയ്യലിന് ഹാജരായതിന് പിന്നാലെ അത്തരത്തിലൊരു അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടക്കുമോ എന്നത് കൂടി നോക്കി കാണേണ്ടി വരുന്നു. പത്മകുമാറിന്റെ മുൻ PSനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി, സൂചനകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പത്മകുമാറിന് നേരത്തെ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസുഖബാധിതനായതിനാൽ ഹാജരാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത് അടിയന്തരമായി ഹാജരാവാനാണ്. അത്തരത്തിൽ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് അറസ്റ്റ് എന്നുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. കൂടാതെ തന്നെ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വാസുവിനെതിരെ ഒരു വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അത് അഴിമതി നിരോധന നിയമ വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഈ കട്ടിളപ്പാളിയിലാണ് വാസുവിന്റെ അറസ്റ്റ് പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന കേസിൽ 3ാം പ്രതിയാണ് വാസു എന്ന് പറയുന്നത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ ഈ മഹസറിൽ ഈ സ്വർണം എന്ന് മാറ്റി ചെമ്പ് എന്ന് എഴുതാൻ നിർദ്ദേശിച്ചത് വാസു ആണ് എന്നതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെയുണ്ട്. പക്ഷെ അത് വാസു മൊഴിയെടുക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല എന്നതാണ് അന്വേഷണ
അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും SIT സംഘം അതിവേഗം അന്വേഷണവുമായി മുൻപോട്ടേക്ക് പോകുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് പത്മകുമാറിനാണ്. പത്മകുമാർ ഈ ചോദ്യം ചെയ്യലിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, ആ മൊഴികളിലൊക്കെ എത്രത്തോളം വസ്തുതകൾ ഉണ്ടാകും എന്നതൊക്കെ SITക്ക് ഇനിയിപ്പോൾ അന്വേഷണം നടത്തുക തന്നെ ചെയ്യണം. അതിന്റെ ഭാഗമെന്നോണം അടിയന്തരമായി ഹാജരാകാനുള്ള നോട്ടീസ് കൂടി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സേതു. ഓക്കെ അഞ്ജു.